അത് അവൻ തന്നെ. വാ നമുക്ക് അവിടെ നിന്ന്. ഞാൻ പവിത്രൻ. പേരുമായി വലിയ ബന്ധമൊന്നുമില്ല. പവിത്രൻ എൻ്റെ അച്ഛനിട്ട പേര്. പിന്നീട് നാട്ടുകാർ ആ പേരിന് വലിയ ബഹുമതിയും തന്നു. കള്ളൻ പവിത്രൻ. കള്ള എന്നെ ആദ്യം വിളിച്ച എൻ്റെ അമ്മയായിരുന്നു. മോനെ, അമ്മയുടെ ചക്കരക്കുട്ട, കൊച്ചു കള്ള. അവൻ്റെ കള്ളച്ചിരി കണ്ടു. കള്ളൻ, കൊച്ചു കള്ളൻ. പിന്നീട് അത് അച്ഛൻ ഏറ്റെടുത്തു. പിന്നെ വളർന്നു വന്നപ്പോൾ നാട്ടുകാർ എൻ്റെ ജാതകം പഠിക്കാനായി അച്ഛൻ ജോർജിയനെ പോയി കണ്ടു. കുട്ടിയുടെ ജാതത്തിനൊരു പ്രശ്നമുണ്ട്. അത് കള്ളനാവാനാണ് സാധ്യത. പിന്നെ അമ്മയ്ക്ക് അന്ധകനാവാനും വഴിയുണ്ട്. വിഷമിക്കേണ്ടതേ, പ്രതിവിധിയുണ്ട്. ഒരു ഹോമം നടത്തിയാലെല്ലാം ശരിയാവുന്നേ ഉള്ളൂ. പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ ആവുന്നേ ഉള്ളൂ. വേണ്ടേ? വേണമെന്നില്ല. അനുഭവിച്ചോ. കർമ്മയോഗം അല്ലാണ്ടെന്ന് പറയാൻ. അയ്യോ, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ. വിട് വിട്, എൻ്റെ കുഞ്ഞിനെ വിട്. അവൻ ജീവിച്ചിരിക്കാൻ പാടില്ലടി. അസുര വിത്താണവൻ. അവനെനിക്ക് മകനല്ല. കൊല്ലി ഞാനിവനെ. അവഗണിക്കപ്പെട്ട ജന്മമായിരുന്നു എൻ്റേത്. എന്നെ പഠിക്കുവാൻ സ്കൂളിൽ വിട്ടില്ല. പിന്നെ വീട്ടിൽ എന്ത് മോശം ഉണ്ടായില്ല. അച്ഛൻ ആദ്യം തരുന്ന തന്നെ. രേവതി, കാലിപ്പട്ടിയിരുന്ന പണം അവിടെ 1000 രൂപ ഉണ്ടായിരുന്നടി. ആരെടുത്തടി? നീയാണോ പറയെടുത്തത്? പറയടാ, നീയാണോ പറയെടുത്ത്? അച്ഛ തല്ലല്ലേ, അച്ഛ അച്ഛ തല്ലല്ലേ, അച്ഛ അച്ഛ ഞാൻ പണം എടുത്തിട്ടില്ല, അച്ഛ അച്ഛ തല്ലല്ലേ. എൻ്റെ പരിചയാഭ്യാസം ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ പോയി. പിന്നെ നാട്ടിൽ എന്ത് മോഷണം ഉണ്ടായാലും പോലീസ് ആദ്യം തരുന്ന തന്നെയാണ്. എന്നെ തിരുവനന്തപുരത്ത് മനസ്സിലാക്കി ഒരു ചായക്കടക്കാരൻ നിൽക്കാനുണ്ടായിരുന്നു. കരയാണ്ട് മോനെ, മണിച്ചായുടെ വെള്ളം കെട്ട് കുടിക്ക്. ഞാനും 8 വർഷം കൊലപാതക കേസിലേക്ക് ജയിലിൽ കിടന്നിട്ടോളാം. എന്നാ പൈസ കുടിക്ക്. എവിടെയോ ബോംബെയിൽ എവിടെ പോയി ജീവിക്കും. പ്രിയരെ, ബോംബെയിലെത്തിയ പവിത്രൻ ഇന്ന് പിടികിട്ടാ പുള്ളിയാണ്. 16 വർഷങ്ങൾക്ക് ശേഷം അവൻ അമ്മേനെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ ആരാ ഇരുട്ടത്താരാ? അമ്മേ, ഞാനാ പവിത്രൻ. ഞാനിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. 16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മോനെ കാണുന്നത്. പത്രത്തിലും ടിവിയിലുമൊക്കെ കണ്ടായിരുന്നു പോലീസ് തെരയുന്ന തീവ്രവാദിയാണെന്ന്. അത് കേട്ട നിന്റെ അച്ഛൻ ഈ വാദിക്കല തൂങ്ങി മരിച്ചത്. അല്ല, എൻ്റെ മോൻ വല്ലതും കഴിച്ചായിരുന്നു? ഈ അമ്മയുടെ കൈ കൊണ്ട് ഒരു പിടി ചോറെങ്കിലും കഴിച്ച് മോൻ പോകാവൂ. മോൻ കഴിക്കും. മോൻ പോകുമ്പോൾ വിശക്കാതെ പോകണം. അമ്മേ 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 അമ്മേ, മരിക്കേ, നീ മരിക്കേ. ഒരു തീവ്രവാദിയെ ഈ നാടിന് വേണ്ട. മരിക്കേ. അന്നാ ജോർജിയൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും മകനാണ് നീ എന്ന്. ഞാൻ തിരുത്തി കുറിച്ചു. മകൻ എന്തൊക്കെയാവുന്ന അമ്മ, മകൻ എന്തൊക്കെയാവുന്ന അമ്മ. മോനെ. പ്രിയരെ, കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ജാതകവും ഇതൊരു മന്ത്രവാദവുമല്ല. മാതാപിതാക്കളെ ശരിയായ ഇടപെടലാണ്. നന്ദി.